മഹാരാഷ്ട്രയിലെ ബീഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് താമസം. ഹോട്ടൽ ഗോൾഡൻ ചോയ്സ് എന്ന് പറഞ്ഞ ഈ ഹോട്ടലിലാണ് താമസം. ഈ ഔറംഗാബാദിലേക്ക് ഉള്ള യാത്രാമധ്യേ ഒരു NHൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു ഹോട്ടലാണ്. അധികം അന്വേഷിച്ച് നടക്കേണ്ടി വന്നില്ല, നല്ല ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഔറംഗാബാദിലേക്ക് 120 കിലോമീറ്ററും കൂടി യാത്രയുണ്ട്. ബീഡ് മഹാരാഷ്ട്രയിലെ ഒരു ജില്ല കൂടിയാണ്. ആ ജില്ലയുടെ ആസ്ഥാനം കൂടിയാണ് ബീഡ്. മഹാരാഷ്ട്രയിലെ ഏറ്റവും ദരിദ്രമായ ജില്ലകളിൽ ഒന്നായാണ് ബീഡ് അറിയപ്പെടുന്നത്. ബീഡ് ഡെക്കാൻ പീഠഭൂമിയിൽ ബൻസുര നദിയുടെ തീരത്താണ് ഈ ബീഡ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വിശ്രമിച്ച് നാളെ രാവിലെ ഇവിടെ നിന്ന് വീണ്ടും യാത്ര പുറപ്പെടണം. ചെയ്ത് ഞങ്ങൾ യാത്ര തുടർന്നു. യാത്രാമധ്യേ ഞങ്ങൾ ഒരു സ്ഥലത്ത് വഴിയിൽ വണ്ടി നിർത്തി. ഇവിടെ ഈ കൃഷിയൊന്ന് കാണാൻ വേണ്ടിയാണ് വണ്ടി നിർത്തിയത്. മഹാരാഷ്ട്രയിലെ തന്നെയാണ്. ഔറംഗാബാദിലേക്ക് പോകുമ്പോഴുള്ള ഒരിത് കംപ്ലീറ്റ് സവോള കൃഷിയെല്ലാം കഴിഞ്ഞ് ആ മണ്ണിളക്കിയോടത്ത് തുവര കൃഷിയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടങ്ങളിൽ ഈ സവോള കൃഷി കഴിഞ്ഞ് അത് വിളവെടുത്താൽ ഇങ്ങനെ ധാരാളം കൃഷികൾ, ചോളം, അതുപോലെയുള്ള തക്കാളി കൃഷി, ഇതെല്ലാം വഴി നീളെ നമുക്ക് ധാരാളം കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഇനി ഒരു 40 കിലോമീറ്ററും കൂടിയുള്ളൂ ഔറംഗാബാദിലേക്ക്. ഈ സ്ഥലത്തിനെ ഗംഗാപൂർ എന്നാണ് പറയുന്നത്. ഇവിടെ സവോളയൊക്കെ ഇങ്ങനെ ഷെഡ് ഉണ്ടാക്കി ആ ഷെഡിൽ നെറ്റടിച്ച് നെറ്റിൽ കൂട്ടിയിട്ടേക്കാണ്. ഇവർ കർഷകർ വില കൂടാൻ വേണ്ടിയായിരിക്കാം അങ്ങനെ കൂട്ടിയിട്ട് ആ സമയത്തായിരിക്കാം ഇത് വിൽക്കുന്നത്. ചിലത് മുളച്ചതും കാണുന്നുണ്ട്. അപ്പോൾ ഇത് വിത്തിനെടുത്ത് വെച്ചിരിക്കുന്ന സവോളയാണോ എന്ന് ഒരു സംശയം കൂടിയുണ്ട്. അങ്ങനെ ഈ കൃഷിയെല്ലാം കണ്ട് ഇവിടെ ജലസേചനത്തിനെല്ലാം വലിയ ബോർവെല്ലുകളൊക്കെ കണ്ടു. പൈപ്പൊക്കെ ഇതിലെയൊക്കെ അവർ നിരത്തി വലിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിനും ഇവിടെ ബുദ്ധിമുട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ഈ കൃഷിയും കണ്ട് ഇതിലെ നടക്കുമ്പോൾ ഈ കൃഷി നോക്കുന്ന ആളാണോ എന്ന് തോന്നുന്നു. അവിടെ നിന്ന് 2 പശുക്കളെയൊക്കെ പിടിച്ച് അങ്ങേയറ്റത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഇനി ഇവിടെ നിന്ന് പോകാമെന്ന് കരുതി ഇതിലെ വിഷ്വൽസൊക്കെ എടുത്ത് ഇവിടെ നിൽക്കുകയാണ്. ഈ ഭാഗത്ത്, ആ കൃഷിയുടെ ആ ഭാഗത്ത് തന്നെയാണ് ചോളം കൃഷി. ഇതാണ് ആ ചേട്ടൻ. നമ്മളോട് ആ ചേട്ടൻ സംസാരിച്ചു. ചായ കുടിക്കണം എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം. പക്ഷേ ചായ കുടിക്കാനൊന്നും നിന്നില്ല. പക്ഷേ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഒരു കിൻഡൽ സവോളയ്ക്ക് 100 കിലോന് വെറും 5000 രൂപയേ ഇവർക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ചേട്ടന് 2 കാളകളുണ്ട്. ആ കാളവണ്ടിയാണ്. അപ്പോൾ ഈ സവോളയൊക്കെ കൂട്ടിയിട്ടേക്കണത് വിത്തിനാണ്. മുളച്ചതിന് ശേഷം വിത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ടിയിട്ടതാണ്. അയാളുടെ വിളവെടുത്ത സവോളയൊക്കെ കൊണ്ട് അവിടെ വലിയ യാർഡുകളുണ്ട്. സവോളയുടെ മാണ്ടി ആ മാർക്കറ്റിൽ കൊണ്ട് ആൾ വിറ്റു. കിൻഡലിന് 5000 രൂപ. അതായത് 1 കിലോയ്ക്ക് 5 രൂപയ്ക്കാണ് അദ്ദേഹം ഇത് വിറ്റത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഇവരുടെ കൃഷിരീതികളും അതുപോലെ ഇവരുടെ ഈ വിഷമാവസ്ഥയുമെല്ലാം കണ്ട് അവർ ഹാപ്പി ആയിരിക്കാം. പക്ഷേ നമുക്ക് വിഷമം തോന്നുന്നുണ്ടാവാം. കേരളത്തിലിപ്പോൾ അങ്ങനെ കൃഷിയൊന്നുമില്ലാത്ത കാരണം കൃഷി കാണുമ്പോൾ നമുക്കതിനെ പറ്റിയിട്ടുള്ള ഒരു ആകുലതകൾ, അപ്പോൾ അവർക്കതൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കണ്ട് ഇതിലെ നടന്ന് ഇവിടെ ജലസേചനത്തിനുള്ള പമ്പ് സെറ്റൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ധാരാളം ബോർവെല്ലുകളെല്ലാം ഇവിടുത്തെ കൃഷിയിടങ്ങളിലുണ്ട്. ഇതെല്ലാം കണ്ട് വീണ്ടും യാത്ര തുടരുകയാണ്. അങ്ങനെ ഞാൻ പോകുന്നത് ഔറംഗാബാദ് മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ്. വലിയ ചരിത്രമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഔറംഗാബാദ്. അഹമ്മദ് നഗർ സുൽത്താന്മാരും പിന്നീട് മുഗളന്മാരുടെ ഭരണത്തിൽ വളർന്ന ഒരു നഗരമാണിത്. 12 ലക്ഷം ജനങ്ങൾ വസിക്കുന്ന ഒരു നഗരം. മഹാരാഷ്ട്രയിലെ മറാത്ത്വാഡ റീജനിലെ ഏറ്റവും വലിയ പട്ടണമാണ് ഔറംഗാബാദ്. ഔറംഗസീബിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. അന്ന് ഇതിന് പേര് ഫത്തേപൂർ നഗർ എന്നായിരുന്നു. ഇന്ന് ഛത്രപതി സാംഭാജി നഗർ എന്നാണ് ഔറംഗാബാദിൻ്റെ പുതിയ ഔദ്യോഗികമായ നാമം. ചരിത്രപ്രസിദ്ധമായ അജന്ത എല്ലോറ ഗുഹകളുടെ സമീപമുള്ളതുകൊണ്ട് ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ ഞാൻ ഇവിടുത്തെ ബീബി കാ മക്ബറ അത് കാണാനുള്ള ഇതിന് വേണ്ടി അവിടെ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്ത് ഈ ടിക്കറ്റ് കൗണ്ടറിലേക്ക് വന്നേക്കാണ്.
അപ്പോൾ ഈ ബീബിക്ക മക്ബറയെ പറ്റിയെല്ലാം തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് എല്ലാം എടുത്തു. ഒരാൾക്ക് 25 രൂപയേ ഉള്ളൂ ടിക്കറ്റ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഈ 17-ാം നൂറ്റാണ്ടിലെ നിർമ്മിതി കാണാനുള്ള നടത്തത്തിലാണ്. 1000 വർഷത്തെ വിപുലമായ ചരിത്രമുള്ള ഒരു നഗരമാണ് ഔറംഗാബാദ്. ഇവിടുത്തെ ബീബിക്ക മക്ബറ മുഗൾ ചക്രവർത്തി ഔറംഗസീബിൻ്റെ ഭാര്യയായിരുന്ന ദിൽറൂസ് ബാനു ബീഗത്തിനു വേണ്ടി ഔറംഗസീബിൻ്റെ മകൻ അസം ഷാ പണി കഴിപ്പിച്ചതാണ് ബീബിക്ക മക്ബറ. ഈ ഗേറ്റ് കടന്ന് ആ കവാടവും കടന്നു വേണം ബീബിക്ക മക്ബറയിലേക്ക് എത്താൻ. ആ വലിയൊരു കവാടം അത് കടക്കണം. ഈ വലിയ കവാടം വളരെ ഭംഗിയോടുകൂടി വലിയ മാർബിൾ കല്ലുകളെല്ലാം പതിച്ച് വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. വലിയ ഒരു മതിൽക്കെട്ടും ഇതിന് ചുറ്റും വലിയൊരു മതിൽക്കെട്ടും കാണാം. പുറത്തെല്ലാം തന്നെ വലിയ പൂന്തോപ്പുകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആഗ്രയിലുള്ള താജ്മഹലിൻ്റെ പോലുള്ള ഒരു ചെറിയ ഒരു താജ്മഹലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. തൻ്റെ അമ്മയ്ക്ക് വേണ്ടി അസം ഷാ പണി കഴിപ്പിച്ചിരിക്കുന്നതാണ്. ഔറംഗസീബിൻ്റെ അമ്മയ്ക്ക് വേണ്ടി മുംതാസ് മഹൽ ഷാജഹാൻ പണിയിപ്പിച്ചതുപോലെ ആണ് ഇത് പണി കഴിപ്പിച്ചത്. അതിനുവേണ്ടി അക്കാലത്തെ പ്രശസ്ത ആർക്കിടെക്ട് അത്താവുള്ള ഖാനാണ് ഇതിൻ്റെ രൂപകൽപ്പന നടത്തിയിരിക്കുന്നത്. 1668 മുതൽ 1069 വരെ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണിത്. മുന്നിൽ താജ്മഹലിൽ ഉള്ളതുപോലെ തന്നെ ഫൗണ്ടനും വെളുത്ത മാർബിളിൽ നിർമ്മിച്ച ഈ സൗധത്തിന് നടുവിലായി നമുക്ക് ബീഗത്തിൻ്റെ കബറിടവും കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും താജ്മഹൽ പോലെ തന്നെ തോന്നിക്കുന്ന അതേപോലെ തന്നെയാണ് ഇതിൻ്റെ രൂപകൽപ്പന. മുംതാസ് മഹൽ, അതായത് താജ്മഹൽ പോലെ തന്നെ ദിൽറൂസ് ബാനു ബീഗവും അദ്ദേഹത്തിൻ്റെ പ്രസവത്തെ തുടർന്നാണ് മരിക്കുന്നത്. തൻ്റെ 5ാമത്തെ മകനെ പ്രസവിച്ച സമയത്താണ്, മുഹമ്മദ് അക്ബറിൻ്റെ പ്രസവ സമയത്താണ് ഈ മുംതാസ് ബീഗവും മരണമുണ്ടായത്. മാതാവിനെ അത്യധികം സ്നേഹിച്ച അസം ഷാ അവർക്ക് വേണ്ടി നിർമ്മിച്ച ഒരു നിത്യസ്മാരകമാണിത്. മക്ബറയിലേക്ക് കയറാനുള്ള യാത്രയിലാണ് ഞാൻ. ഈ ഫൗണ്ടനൊക്കെ കടന്നു വേണം നമുക്ക് അങ്ങോട്ട് പോവാൻ. 19-ാം നൂറ്റാണ്ടിൽ ഹൈദരാബാദ് നിസാമും ഇവിടെ ചില പണികളെല്ലാം നടത്തിയിട്ടുണ്ട്. ഈ താജ്മഹൽ പോലെ തോന്നിക്കുന്ന ഈ ബീബിക്ക മക്ബറയുടെ തൊട്ടടുത്തായി ഒരു മോസ്കും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആഗ്രയിലെ താജ്മഹലിൻ്റെ 2 സൈഡുകളിൽ നിന്ന് വെട്ടിക്കളഞ്ഞിട്ടുള്ള ഒരു പീസ് വെച്ച് 4 മിനാരങ്ങളും വെച്ച് പണിത പോലെ ആണ് ഇത് തോന്നിക്കുന്നത്. നിരവധി തൂണുകളും ആർച്ചുകളുമുള്ള ഒരു നിർമ്മിതി. കല്ലുകൊണ്ട് പണിത് പ്ലാസ്റ്റർ ചെയ്താണ് ഇത് ചെയ്തിരിക്കുന്നത്. ഔറംഗസീബിൻ്റെ പത്നിമാരിൽ പ്രധാനിയായിരുന്ന ദിൽറൂസ് ബാനുവിന് വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിനടുത്ത് തന്നെ 2ാമത്തെ ഒരു ശവകുടീരമുണ്ട്. അത് ആരുടേതാണെന്ന് ഇവിടെ രേഖപ്പെടുത്തുന്നില്ല. ഇതിൻ്റെ ചുമരുകളിലും മനോഹരമായ കൊത്തുപണികൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ വെള്ള മാർബിളിൻ്റെ നിറം മങ്ങിയിരിക്കുന്നു പോലെ നമുക്ക് തോന്നാം. മങ്ങിയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭംഗിക്ക് അല്പം കോട്ടവും തട്ടിയിട്ടുണ്ട്. അതിസൂക്ഷ്മമായ കൊത്തുപണികളും അലങ്കാരവുമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഈ മാർബിളിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഔറംഗസീബിൻ്റെ പത്നിമാരിൽ പ്രിയങ്കരിയായ പത്നി ദിൽറൂസ് ബാനു ബീഗം പേർഷ്യക്കാരിയായിരുന്നു. പേർഷ്യയിലെ സഫാവിത്ത് രാജവംശത്തിൽ നിന്നവരായിരുന്നു അദ്ദേഹം. മുഗൾ ഭരണകാലത്ത് ഗുജറാത്തിലെ വൈസ്രോയി ആയിരുന്നു ദിൽറൂസ് ബാനുവിൻ്റെ പിതാവ് എന്നാണ് പറയുന്നത്. ഷാജഹാൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിലായിരുന്നു ഔറംഗസീബിൻ്റെയും ദിൽറൂസ് ബാനുവിൻ്റെയും വിവാഹം നടത്തിയത്. ആഗ്രയിൽ വെച്ച് വലിയ രീതിയിലുള്ള വിവാഹമായിരുന്നു എന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു. അസം ഷാ 1707 മുതൽ വെറും 3
മാസക്കാലമാണ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്നത്. തുടർന്ന് അസം ഷായുടെ സഹോദരൻ അസം ഷായെ വധിക്കുകയാണുണ്ടായത്. ബഹദൂർ ഷാ ഒന്നാമനായിരുന്നു പിന്നീട് ചക്രവർത്തി. ഈ ഇടുങ്ങിയ കൂണിയിലൂടെ മുകളിലേക്ക് കയറി നമ്മൾ ഈ ബീബി കാ മക്ബറ കാണാൻ ഇതിൻ്റെ മുകളിലേക്ക് എത്തി. ഈ കുടീരം പൂർണ്ണമായും മാർബിളിൽ പണിതതല്ല. ചൂടുകട്ടകളും സാൻഡ് സ്റ്റോണും മുതലായവ ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നു. ഇതിന്മേൽ കൊത്തുപണി മാർബിളിൻ്റെ പീസൊക്കെ കൊത്തുപണികൾ ചെയ്ത് മാർബിൾ ഫലകങ്ങൾ ഇതിന്മേൽ ഒട്ടിച്ചിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അതിസൂക്ഷ്മവും സുന്ദരവുമായ കൊത്തുപണികളാണ്. ഇന്ന് സന്ദർശകരിൽ ഞാനായിരിക്കാം ആദ്യം എത്തിയത്. അധികം സന്ദർശകരൊന്നുമില്ല. ഞാൻ രാവിലെ തന്നെ ഇവിടെ എത്തി. ഇപ്പോൾ ഇതിൻ്റെ അകത്താണ്. ഈ കാണുന്ന വലിയ കുടീരത്തിൻ്റെ ഒത്ത നടുക്കായാണ് ഈ ബീബി കാ മക്ബറ, ഈ മുസോളിയം സ്ഥിതി ചെയ്യുന്ന ആ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അതിലെല്ലാം ധാരാളം പൈസയെല്ലാം തന്നെ ആൾക്കാർ ഇവിടെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് വീണ്ടും ഞാൻ പുറത്തിറങ്ങി ഇതിൻ്റെ ഈ ഔട്ട് വ്യൂ ഒക്കെ ഒന്ന് കാണുകയാണ്. വളരെ ഗംഭീരമായ പൂന്തോട്ടങ്ങളും മുഗൾ ഭരണകാലത്തെ വലിയ പൂന്തോട്ടങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഒരു മോസ്കാണ്, അതിലേക്ക് പ്രവേശനമില്ല. ഇതാണ് നേരത്തെ പറഞ്ഞ 19-ാം നൂറ്റാണ്ടിൽ ഹൈദരാബാദ് നിസാം പണിയിപ്പിച്ച മോസ്ക്. അതിലേക്ക് നമുക്ക് പ്രവേശനമില്ല. അപ്പോൾ ഈ സൈഡിലുള്ള മോസ്ക് എന്തിനാണ് അവിടെ പണിതത് എന്നറിയുന്നില്ല. അതോടുകൂടി ഈ നിർമ്മിതിയുടെ ഭംഗി കുറച്ച് പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഉദ്യാനം, വളരെ ഭംഗിയുള്ള ഒരു ഉദ്യാനം, ഒത്തിരി മരങ്ങളും അതുപോലെ തന്നെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള വളരെ വലിയ ഉദ്യാനം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് വന്ന ആ വലിയ വഴിയും കാണാൻ പറ്റും. ഇതിൻ്റെ അപ്പുറത്തെ കൂടെ കയറി ഇതിലെയാണ് നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങേണ്ടത്. അങ്ങനെ 2-3 ഭാഗത്തിൽ കൂടെ ഇതിൽ കയറാനും ഇറങ്ങാനുമുള്ള പടികളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തെ കുടീരത്തിലേക്ക് ഇറങ്ങുന്നതിനു വേണ്ടിയും ഒരു ഗോവണിയുണ്ട്. അത് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാണ് ഇതിൽ മുമ്പ് ഇറങ്ങിയത് എന്നുള്ളതെല്ലാം അതിൽ എഴുതി വെച്ചിട്ട് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ സ്മാരകത്തെ ഡെക്കാൻ പ്രദേശത്തെ താജ്മഹൽ എന്ന് അറിയപ്പെടുന്നു. ഇതിപ്പോൾ ഔറംഗാബാദിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണങ്ങൾ കേന്ദ്രമാണ്. കൂടാതെ ഔറംഗാബാദിൻ്റെ സമ്പന്നമായ ചരിത്രത്തിൻ്റെ പ്രതീകവുമാണ്. ഇവിടെ പ്രവേശന സമയം രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ്. പ്രവേശന ഫീസ് ഇന്ത്യൻ പൗരന്മാർക്ക് 25 രൂപയും വിദേശ ടൂറിസ്റ്റുകൾക്ക് അല്പം കൂടുതലുമാണ്. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 6 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ട് ദൂരമുള്ളൂ. ഔറംഗാബാദ് വിമാനത്താവളം 10 കിലോമീറ്റർ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രാദേശിക ഗൈഡുകളെ കിട്ടും. അവരെ ഉപയോഗിച്ചാൽ ഇതിൻ്റെ കൂടുതലായ ചരിത്രം തന്നെ അവർ പറഞ്ഞു തരും. അതുപോലെ ഫോട്ടോഗ്രാഫി ഇവിടെ അനുവദനീയമാണ്. ഡ്രോൺ ഫോട്ടോ അനുവദിക്കുന്നില്ല. ഇവിടെ നിന്ന് 24 കിലോമീറ്റർ അകലെയാണ് ഔറംഗസീബിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് 30 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ലോകപ്രസിദ്ധമായ ഗുഹാക്ഷേത്രങ്ങളായ എല്ലോറ കൈലാസ ക്ഷേത്രത്തിലേക്ക് എത്താം. ഇവിടെ വന്നാൽ തീർച്ചയായും ഈ എല്ലോറ കൈലാസ ക്ഷേത്രം കാണണം.